PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധവുമായി കൂടുതൽ തീവ്ര വർഗീയ സംഘടനകൾ രംഗത്ത്. വീടുകൾ കയറി നുണപ്രചരണങ്ങൾ നടത്താനും വാഹനങ്ങളിൽ പ്രചരണ ജാഥ നടത്താനുമാണ് പുതിയ നീക്കം. പദ്ധതി നടപ്പിലാക്കരുത് എന്ന ഭീഷണിയാണ് മതവർഗീയ സംഘടന SDPI നടത്തിയ മുന്നറിയിപ്പ്. എന്തായാലും ആ പ്രതികരണത്തിലേക്ക് ആദ്യം പോകാം അല്ലെ, പിന്നീട് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. പ്രതികരണത്തിലേക്ക്. PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കുക, അതിൽ നിന്ന് UDF സർക്കാർ പിൻവാങ്ങുക. ഈ 15-ാം തീയതി മുതൽ ഒരു മാസ കാലയളവിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തുടക്കം കുറിക്കുകയാണ്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂരാണ് നമുക്കിപ്പം ചേരുന്നത്. അരുൺ, ഈ PMC എന്ന് കേൾക്കുമ്പോഴേ കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഇങ്ങനെ ഹാലിളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് ഇനി പ്രതിഷേധം എന്നുള്ളതാണ് അവരുടെ ഒരു ഓമന പേര്. വീടുകൾ കയറിയുള്ള ഒരു പ്രചരണത്തിനൊക്കെ ശ്രമം നടത്തുന്നു എന്ന് കേൾക്കുന്നു. എന്താണ് വാസ്തവം? തീർച്ചയായും ഈ PM ശ്രീ പദ്ധതി അത് കേരളത്തിന് എത്രത്തോളം ഗുണമുണ്ടാകുമെന്നുള്ള കാര്യം അത് ഈ വിദ്യാഭ്യാസ മേഖലയിലെ വിചക്ഷണരടക്കമുള്ള ആളുകൾ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അത് എത്രത്തോളം ആധുനികവൽക്കരിച്ചുകൊണ്ട് എത്രത്തോളം ഭംഗിയാക്കിക്കൊണ്ട് കൊണ്ടുപോകാം, അതിന് ആവശ്യത്തിനുള്ള ഫണ്ടടക്കം ലഭിക്കുന്ന ഏറ്റവും സമഗ്രമായുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വിജയകരമായി നടപ്പാക്കുന്ന ഒരു പദ്ധതി. പക്ഷേ അവിടെ കേരളത്തിൽ നമുക്ക് ഈ പദ്ധതി വരുന്ന ആ സമയം മുതൽ തന്നെ തുടക്കത്തിൽ മുതൽ തന്നെ ആ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, എങ്ങനെയും ഈ പദ്ധതി നടപ്പാക്കരുത്, അതിന് പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ്, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി വിഭാവനം ചെയ്ത പദ്ധതിയാണ്. അത് എത്തിയാൽ അത് കേരളത്തിലെത്തിയാൽ നരേന്ദ്രമോദി സർക്കാരിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും, BJPക്ക് അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം തന്നെയാണ്. ആദ്യം CPM, SFI, അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF, ഇവരൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ നമുക്ക് കേൾക്കാം. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഗുണഫലങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയപ്പോഴാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ UDF സർക്കാരും ശ്രമിച്ചത്. LDF സർക്കാരും അതിന് തന്നെയായിരുന്നു ശ്രമിച്ചത്. പക്ഷേ ചില കള്ളക്കളികളിലൂടെ മാത്രമായിരുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചത്. പദ്ധതിയിൽ ഒപ്പിടുന്നു ഇല്ല എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള വിവാദങ്ങൾ, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റവും രസകരമായുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. ഏതായാലും അതിനുശേഷം ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കൂടി ഈ വിവാദം കടക്കുകയാണ്. എന്തായാലും SDPI അടക്കമുള്ള സംഘടനകൾ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നുവെന്ന് അവർ പറയുകയാണ്. ഏതായാലും അത് എത്രത്തോളം ഫലം കാണുമെന്നുള്ളതാണ്. കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇത് കൃത്യമായി തന്നെ അറിയാം. PM ശ്രീ പദ്ധതി വന്നാൽ അതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ്, ആ പദ്ധതി കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര ഗുണങ്ങൾ ഉണ്ടാകും, നമ്മുടെ സ്കൂളിൻ്റെ നിലവാരം എത്രത്തോളം വർദ്ധിക്കും, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതൊക്കെ തന്നെ കൃത്യമായി അറിയാം. പക്ഷെ അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം നടത്താനാണ് SDPI അടക്കമുള്ള സംഘടനകൾ നടക്കുന്നത്. എന്തായാലും തീവ്ര ഇസ്ലാമിക സംഘടനകൾ നേരത്തെ തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിൽ ഒരു കാരണവശാലും ഈ PM ശ്രീ പദ്ധതി നടപ്പല്ലത് കേന്ദ്രത്തിൻ്റെ അജണ്ടയാണ്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ അജണ്ടയാണ്, വിദ്യാഭ്യാസ മേഖലയെ പിടിമുറുക്കാനുള്ള അവരുടെ ഏറ്റവും വലിയ തന്ത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുന്നു. പക്ഷേ അതിൻ്റെ PM ശ്രീ പദ്ധതിയുടെ ഏറ്റവും ഗുണഫലങ്ങളെക്കുറിച്ച് അവർ വിഭാവനം ചെയ്യുന്ന ആ പദ്ധതികളെക്കുറിച്ച് കേരളത്തിലുള്ളവർക്കൊക്കെ തന്നെ അത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ പദ്ധതിയിൽ നിന്നുള്ള ആശങ്കകളൊക്കെ തന്നെ മാറി ഏറ്റവും നല്ല രീതിയിലേക്ക് ഈ PM ശ്രീ പദ്ധതി അത് ഇടത് വലത് സർക്കാരുകൾ അതിലേക്ക് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. എന്തായാലും പ്രതിഷേധം ഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു മാസം നീളുന്ന വാഹന പ്രചരണ യാത്ര, അതോടൊപ്പം തന്നെ വീടുകൾ കയറി ഇറങ്ങി PM ശ്രീ പദ്ധതിക്കെതിരെ ക്യാമ്പയിൻ നടത്തും, അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനമാണ് SDPI ആണ് ഏറ്റവും ഒടുവിൽ ഈ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്ക് മുമ്പ് അവരുടെ നിലപാട് നമ്മൾ കേട്ടതാണ്. എന്തായാലും ഒരു കാരണവശാലും കേരളത്തിൽ ഈ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് അവർ സ്വീകരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ പൊതുസമൂഹം അത് കൃത്യമായി തന്നെ ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്, അതോടൊപ്പം തന്നെ സർക്കാരുകളും ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൽ കേരളത്തിനുണ്ടാകുന്ന ഗുണം, ആ ഗുണം ഒന്നും മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ലഭിക്കാൻ പോകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു വശത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങൾ ഇടത് വലത് മുന്നണികൾ ഒഴിവാക്കുമ്പോൾ മറ്റ് തലത്തിലേക്ക് ആ പ്രതിഷേധം കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഏറ്റവും ഒടുവിൽ SDPI അടക്കമുള്ള സംഘടനകൾ ഇത് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തത്. എന്തായാലും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നുള്ളത് അത് കേരളത്തിൻ്റെ ഒരു ആവശ്യമാണ്. അത് വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി സംഘടനകളടക്കം അതിൽ കൃത്യമായ നിലപാട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അത് കേരളത്തിൻ്റെ ഒരു ആവശ്യമായി തന്നെ ഈ PM ശ്രീ പദ്ധതി മാറിയിരിക്കുകയാണ്. രാഖി, വിനോദ്.
തീർച്ചയായും എന്തായാലും കേരളത്തിന്റെ ആവശ്യമായ PM ശ്രീ പദ്ധതി മാറുമ്പോൾ ഈ കുട്ടികളുടെ ഭാവി പോലും തുലാസിലാക്കുന്ന രീതിയിലേക്ക് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവരുടെ നിലപാട് മാറ്റുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് അവർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കണം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് കണ്ടറിയാം. എങ്കിൽ പോലും അന്ധമായ BJP വിരോധത്തിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള വലിയ സ്കൂളുകൾക്ക് വലിയ വികസനം വിഭാവനം ചെയ്യുന്ന PM ശ്രീ പദ്ധതി വേണ്ട എന്നുള്ള തീരുമാനവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം ചെലുത്താൻ SDPI പോലുള്ള സംഘടനകൾ തയ്യാറെടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണഫലങ്ങൾ കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് അടക്കമുള്ള UDF സംവിധാനം അത്തരത്തിലുള്ള തീരുമാനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അങ്ങനെ തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോഴും ഇത്തരത്തിലുള്ള സംഘടനകളുടെ വലിയ എതിർപ്പാണ് ഉയർന്നു വരുന്നത്. അരുൺ കൊടുങ്ങൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.